ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ദീനിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കാരം ഇല്ലെങ്കിൽ ആ മനുഷ്യൻ ഈമാനിൽ ഇല്ല എന്നതാണ് പരിശുദ്ധമായ ഹദീസിൽ ഉള്ളത്. അതായത് ഒരു മൂമിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉണ്ടാവുക എന്നുള്ളതാണ്. നിസ്കാരം ഉണ്ടെങ്കിൽ മൂമിന. ഇനി അതിനപ്പുറത്തേക്ക് അതിന്റെ മറുവശം പറയേണ്ടതില്ല. അത്രത്തോളം കടത്തി പറഞ്ഞിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ച്. മാത്രമല്ല, ദീനിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദീനിന്റെ തൂണ് എന്ന് പറയുന്നത് നിസ്കാരമാണ്. നിലനിൽപ്പ് തൂണ് എന്ന് പറയും വിധം നിസ്കാരത്തെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ മുസ്ലിമായാൽ ഇത് ഒഴിവാക്കാനേ പാടില്ല. ഷഹാദത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിസ്കാര രണ്ടാമത് നിൽക്കുന്നത്. മുസ്ലിം ആവാനുള്ള നിബന്ധനകളിൽ, അല്ലെങ്കിൽ മുസ്ലിമായി ജീവിച്ചു പോവണമെങ്കിൽ അതിന് പറയപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങളിൽ നിസ്കാരം ഷഹാദത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നിൽക്കാം. നിസ്കാരം ഇല്ലെങ്കിൽ ദീനിൽ ഒരു സ്ഥാനമില്ല. ആമുഖമായി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിസ്കാരം ഫർളാണ് 5 വഖത്ത്. അതിൽ സുബഹി നിസ്കാരത്തെ കുറിച്ച് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ, പരിശുദ്ധമായ ഹദീസുകളിൽ എത്ര ഗൗരവകരമായ ചർച്ച ഉണ്ട് എന്നത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ നഫ്സിനോടും എന്നെ കേൾക്കുന്നവരോടും. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പെടാൻ അള്ളാഹു നമുക്ക് യോഗ്യത നൽകട്ടെ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിസ്കാരത്തിലേക്കുള്ള ക്ഷണമാണ് വാങ്ക്. വാങ്ക് പല സന്ദർഭങ്ങളിൽ നമുക്ക് സുന്നത്താണ്. വാങ്ക് നിസ്കാരമല്ലാത്ത സന്ദർഭങ്ങളിലും ഉപയോഗിക്കപ്പെടാറുണ്ട്. എന്നാൽ വാങ്കിന്റെ അടിസ്ഥാന ലക്ഷ്യം നിസ്കാരത്തിലേക്കുള്ള ക്ഷണമാണ്. എല്ലാ നിസ്കാരത്തിനും ക്ഷണിക്കപ്പെടുന്ന പോലെ അല്ല സുബഹി നിസ്കാരത്തിനുള്ള വാങ്ക്. സുബഹി നിസ്കാരത്തിന്റെ വാങ്ക് പരിപൂർണമായ വാങ്കാണ്. മറ്റു വാങ്കുകളിൽ നിന്നും അതിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഉറക്കത്തേക്കാൾ നിസ്കാരമാണ് ഉത്തമം എന്ന് വിളിച്ചു പറയാം. നൂറ്റാണ്ടുകളായി ഇത് വിളിച്ചു പറയപ്പെടുന്നു. അതിന് ഉത്തരം ചെയ്യാൻ അള്ളാഹു നമുക്ക് ജീവിതാവസാനം വരെ ആ ഭാഗ്യം തരട്ടെ. ഉറക്കത്തേക്കാൾ നിസ്കാരമാണ് ഉത്തമം എന്ന് വിളിച്ചു പറയപ്പെടുന്ന ഒരു പകലിലെ സാഹചര്യം ഇല്ല. എന്തുകൊണ്ട്? സർവശക്തനായ അള്ളാഹു ഇങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പകല് ഉറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള സ്വഹാബികൾക്കൊന്നും പകലും അസ്വലാത്തു ഖൈറും മിനൻ നൗം പറഞ്ഞ് കേൾപ്പിച്ചിട്ടുള്ള ഒരു ഉണർത്തൽ ഇല്ല. പകലിൽ നടക്കുന്ന ളുഹറിനോ അസ്റിനോ അങ്ങനെ ഒരു ഉണർത്തൽ എവിടെയും കാണപ്പെട്ടിട്ടില്ല. ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ് സുബഹി ബാങ്കിലാണ് അത് ഉണർത്തപ്പെടുന്നത്. നിസ്കാരം ഉറക്കത്തേക്കാൾ ഉത്തമം എന്നല്ല, ഏറ്റവും ഉത്തമം എന്നതാണ്. ഒരാളുടെ ശരീരം എടുക്കുന്ന തീരുമാനം ബാക്കി ഉറങ്ങി തീർക്കുക എന്നതാണെങ്കിൽ ആ ശരീരം എടുത്ത തീരുമാനം തെറ്റാണെന്നും ആ തീരുമാനമല്ല നല്ലത് എന്ന്, ഏറ്റവും നല്ലത് എഴുന്നേറ്റ് നിസ്കരിക്കലാണ് എന്നാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നതിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നത്. ഈ വാങ്ക് തന്നെ നിസ്കാരമാണ് ഉറക്കത്തേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് സുബഹിയുടെ ക്ഷണമായി നിൽക്കുമ്പോൾ ഈ വാങ്ക് തന്നെ വലിയ അർത്ഥത്തിലുള്ള വാങ്കാണ്. വാങ്ക് സുന്നത്തുള്ള ശറഅ് പഠിപ്പിച്ച അനവധി നിരവധി സാഹചര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞു പിറന്നാൽ വാങ്ക് സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഭ്രാന്ത് പിടിച്ച് ഇളകി ഓടുന്ന ആളുടെ നേരെ, മതമിളകിയ മൃഗങ്ങൾക്ക് നേരെ, അതുപോലെ തന്നെ വളരെയധികം പ്രശ്നം കാണിക്കുന്ന, പ്രകോപിതനായി നിൽക്കുന്ന ഒരാളുടെ മുന്നിലൊക്കെ ഈ വാങ്കിന്റെ അമരധ്വനികൾ
കേൾപ്പിക്കുക വഴി അവരിൽ സ്വാതന്ത്ര്യം സിദ്ധിക്കൽ സാധ്യമാകുമെന്ന് മഹാന്മാരായ ഫുഖഹാ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ബാങ്ക് സുന്നത്താണ്. അങ്ങനെ ബാങ്ക് സുന്നത്ത് എന്ന് പറയപ്പെട്ടിട്ടുള്ളിടത്തൊക്കെ സുബഹിക്ക് വിളിക്കുന്ന അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ബാങ്ക് വിളിക്കുകയാണ് അതിന്റെ പരിപൂർണത എന്ന് മഹാന്മാരായ ഫുഖഹാ അഭിപ്രായം പറയുന്നത് നമുക്ക് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ തുടക്കം സുബഹി നിസ്കാരത്തോടെ അവൻ തുടങ്ങാണ്. സുബഹി ബാങ്കിന് ഉത്തരം ചെയ്തുകൊണ്ട് അവൻ സമാരംഭം കുറിക്കാണ്. ബറക്കത്തുള്ള ഒരു സമയം, ബറക്കത്തുള്ള ഒരു ജീവിതം ആ സുബഹി നിസ്കാരത്തിലൂടെ വിഭാവനം ചെയ്യപ്പെടുന്നു. ഇത് ഇസ്ലാം മുന്നിൽ വെച്ചിരിക്കുന്ന ഇസ്ലാമിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാഗമാണ്. ഒരു പ്രഭാതത്തിന്റെ ഏറ്റവും ഐശ്വര്യം സുബഹി നിസ്കാരത്തിലൂടെ സ്വായത്തമാക്കുന്ന ഒരു വിശ്വാസിയെ ലോകത്തിന് സമർപ്പിക്കുകയാണ് പരിശുദ്ധമായ സുബഹി നിസ്കാരത്തിലൂടെ. അള്ളാഹുവിന്റെ ഖുർആൻ പല കാര്യങ്ങൾക്കും ഗൗരവമുണ്ട് എന്ന് സൂചിപ്പിച്ച് പലതിനെയും കൊണ്ട് സത്യം ചെയ്തിട്ടുള്ള ഖുർആനിന്റെ പ്രയോഗങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഗൗരവമുള്ള ഒരു കാര്യത്തെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ അവന്റെ കലാമിൽ അക്ഷരങ്ങൾ നിരത്തിയിട്ടില്ല. അങ്ങനെ പലതിനെയും കൊണ്ട് അള്ളാഹു സത്യം ചെയ്തോടടുത്ത് സുബഹി നിസ്കാരം അല്ലെങ്കിൽ സുബഹിയുടെ നേരത്തെ ആ പ്രഭാതത്തിന്റെ പുലരിയെ സത്യം ചെയ്യാൻ അള്ളാഹു കൊണ്ടുവന്നു എന്നത് ആ സമയത്തിന്റെ ഒരു ഗൗരവത്തെ സൂചിപ്പിക്കാം. ഫറോവയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഫറോവയുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ എക്കാലത്തെയും ആജന്മ വൈരി, അതിനപ്പുറം ഇനി ഒരു വൈരി വരാനില്ല. അത്രയും വലിയ ഒരു ഇസ്ലാമിക വിരോധവും അയാൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിരോധിയുമാണ്. റബ്ബ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്ത ചില ആളുകളിൽപ്പെട്ട ഒരാളും കൂടിയാണ്. പ്രധാന അനുഗ്രഹമായ തൗഹീദ് അയാൾക്ക് കിട്ടിയിട്ടില്ല. ഫറോവയുടെ ജീവിതത്തിൽ നിഷേധിയായിട്ടും അള്ളാഹു അടിക്കടി ധാരാളം സന്തോഷങ്ങളും ആർഭാടങ്ങളും ആഡംബരങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്തു. അതിന്റെ ചില കാരണങ്ങൾ മഹാന്മാർ പറയുന്നത് ഫറോവ ഭക്ഷണത്തെ ബഹുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. ഭക്ഷണത്തെ ബഹുമാനിക്കാൻ നമുക്കൊരു ഫറോവയെക്കാളും തരം താഴുന്ന സ്വഭാവം ചില കല്യാണ ആഘോഷങ്ങളുടെ മാമാങ്കത്തിൽ കാണാനുണ്ട്. ഭക്ഷണത്തെ ബഹുമാനിക്കുക, ഭക്ഷണം കുഴിച്ചു മൂടാനെന്ന്. അത് പോവട്ടെ, ഭക്ഷണത്തെ ബഹുമാനിക്കുന്നു എന്നുള്ളത് ഫറോവയുടെ ഒരു വലിയ ക്വാളിറ്റിയായി അയാളുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടായതിന്റെ കാരണത്തിൽ എണ്ണുകയാണ്. രണ്ടാമത് ഫറോവയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതിന്റെ തക്കതായ അർഹതപ്പെട്ട ന്യായങ്ങൾ മഹാന്മാർ പറയുന്നത് അയാൾ ഈ സുബഹിയുടെ നേരത്തെ എഴുന്നേൽക്കും എന്നുള്ളതാണ്. ഫറോവയ്ക്കില്ലാത്ത, ഫറോവയിൽ പോലും ഉള്ള ഒരു ഗുണം നമുക്കില്ലാതെ വന്ന നമ്മൾ എത്ര താഴെയാണ് നിൽക്കുന്നത് എന്നതാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി ബാങ്കിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സ്വഹാബികൾക്ക് റബ്ബിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അറിയിച്ചിട്ടുള്ളത് ഈ പദപ്രയോഗത്തിലൂടെ. നിസ്കാരമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും സുഖകരമായ ഉറക്കം കിട്ടുന്ന നേരത്തെക്കാളും നിസ്കരിക്കാൻ എഴുന്നേറ്റ സമയത്ത് ഉപയോഗപ്പെടുത്തലാണ് ഏറ്റവും ഉത്തമമെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. ഖുർആൻ സത്യം ചെയ്യാൻ വേണ്ടി ആ പ്രഭാതത്തെ മുന്നിൽ വെക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ആ സമയത്തെ സുബഹിയുടെ നേരം, പ്രഭാതം, അതേ തന്നെയാണ് സത്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ ഗൗരവത്തിൽ ആ സമയത്തെ അവതരിപ്പിച്ചു സത്യം ചെയ്തുകൊണ്ട്. സുബഹി നിസ്കാരത്തെ ഒരാൾ അതിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും അറിഞ്ഞാൽ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിനൊക്കെ ആളുകൾ പങ്കെടുക്കാൻ ഇതിന്റെ ശ്രേഷ്ഠത എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ തിക്കും തിരക്കുമാവുമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഈ വിഷയം പറയുന്നതെന്ന് അറിയോ? നമ്മുടെ കൂട്ടത്തിൽ നിസ്കാരമുള്ളവരുണ്ട്, നിസ്കാരമുണ്ട്, പക്ഷേ അതിന് അച്ചടക്കമില്ല. നമ്മളൊരു ചരിത്ര പുസ്തകം വായിക്കാണ്, നല്ല രസകരമായ ചരിത്രമാണ്. ഈ പുസ്തകത്തിന്റെ നടുവിലെ പേജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു പോയിരിക്കുന്ന അതിന്റെ സ്റ്റിച്ച് ഉണ്ടാവും. അതിന്റെ നടുതാളിൽ ഈ പുസ്തകത്തിന്റെ കെട്ടുറപ്പ് വെച്ചിരിക്കുന്ന ഒരു കെട്ടുണ്ടാവും, ഒരു സ്റ്റിച്ചിങ് ഉണ്ടാവും. ആ സ്റ്റിച്ച് അങ്ങോട്ട് വിട്ടാൽ ഈ പുസ്തകത്തിന്റെ 4-ാമത്തെ പേജ് ചിലപ്പോൾ കാണാതെ പോകും, ചിലപ്പോൾ അത് 60-ാമത്തെ പേജിലായിരിക്കും കാണാം.
ഈ ചരിത്രം തുടർച്ചയായിട്ട് വായിച്ചു വരുന്ന ആൾക്ക് 4 പേജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 4-ാം പേജിലേക്ക് എത്തിയത് അവിടെ കാണാതെ വന്ന പിന്നെ 5-ാം പേജിൽ വായിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ വായനയുടെ ഒരു സുഖം കിട്ടില്ല എന്നുള്ളത് പോലെ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും നിസ്കാരമുണ്ട്, പക്ഷെ നിസ്കാരത്തിൽ ഒരു സുഖവും സന്തോഷവും രസവും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? അതിങ്ങനെ കുത്തഴിഞ്ഞു പോയിരിക്കാം. ആ കുത്ത് അഴിഞ്ഞു പോവാൻ പാടില്ല. ആ കുത്തഴിഞ്ഞു പോയോടത്ത് പലർക്കും പലപ്പോഴും നിസ്കാരം കൃത്യം 5 വഖത്തുണ്ട്, പക്ഷേ അത് സുബഹി ഖളാ ആയിട്ടുള്ള ഒരവസ്ഥയിലൂടെ ഉള്ള 5 വഖത്താണ്. ലോഹറും അസ്റും മഗ്രിബ് ഇശായൊക്കെ കൃത്യമായിരിക്കും. പക്ഷേ മഹാന്മാരുടെ ചരിത്രത്തിലുണ്ട്, രാവ് മുഴുവൻ ഹയാത്താക്കിയിട്ട് ഒരു മഹാൻ സുബഹിക്ക് ഉറങ്ങിപ്പോയി. തൊട കീറി സ്വന്തം ശരീരത്തെ ശിക്ഷിച്ചു. ഇനി മേലാൽ സുബഹി വിട്ടുപോകുന്ന അവസ്ഥയിൽ നീ നിന്റെ ശരീരത്തെ അതിന്റെ ഇഷ്ടത്തിന് പറഞ്ഞയക്കില്ലേ എന്ന് സ്വന്തം ശരീരത്തെ ശകാരിച്ച് തൊടഭാഗം കീറിയെന്ന ചരിത്രത്തിലുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് നിസ്കാരമുണ്ട്, പക്ഷേ കുത്തഴിഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത് അങ്ങനെ വരുമ്പോൾ സുബഹി നിസ്കാരം നമുക്ക് പലപ്പോഴും ഖളാ ആകുന്നു. ബാക്കി എല്ലാ വഖത്തും കൃത്യമാണ്, സുബഹി ഖളാ ആവും. ഹബീബ് പഠിപ്പിക്കുന്നു, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലൗ യഅലമു الناس മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ. ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠതയും വാങ്ക് വിളിക്കുന്നതിന്റെ ശ്രേഷ്ഠതയും ഒക്കെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ജനങ്ങൾക്ക് 1-ാം സഫ് കിട്ടുന്നില്ല, ബാങ്ക് വിളിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. വാങ്ക് വിളിക്കാൻ കൃത്യമായിട്ട് ആളെ കിട്ടാത്തതുകൊണ്ടാണല്ലോ പള്ളികളിലൊക്കെ വാങ്ക് വിളിക്കാൻ ആളെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾ അതിന്റെ ഫള് അറിഞ്ഞിരുന്നുവെങ്കിൽ 1-ാം സഫിലേക്ക് കയറി നിൽക്കാൻ ഓരോരുത്തര് ബാക്കിൽ നിന്ന് തള്ളിക്കയറ്റാ, കാരണം എന്നിട്ടൊന്ന് മുകളിലേക്ക് നോക്കും, ഫാൻ കിടക്കുന്നത് അതിന്റെ നേരെ താഴെ നിൽക്കണ 2-ാം സഫിലാ കാറ്റ് കൂടുതൽ. 1-ാം സഫിന്റെ ശ്രേഷ്ഠതയും വാങ്ക് വിളിക്കുന്നതിന്റെ മഹത്വവും ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിന് ജനങ്ങൾ തിരക്ക് കൂട്ടുമായിരുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തിരക്ക് കൂട്ടിട്ടോ അവസാനം ജനങ്ങൾ അതിനു വേണ്ടി നെറുക്കെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ നെറുക്കെടുപ്പിൽ വിജയിക്കുന്ന ആൾക്ക് 1-ാമത്തെ സഫിൽ സീറ്റുണ്ട്. ആ നെറുക്കെടുപ്പിൽ പേര് വീഴുന്ന ആൾക്ക് വാങ്ക് വിളിക്കാമി വഖത്ത് അത്രത്തോളം നെറുക്കിട്ട് തീരുമാനിക്കണ അത്രയും ജനങ്ങൾക്ക് തിക്കും തിരക്കും വരുമായിരുന്നു. വാങ്ക് വിളിയുടെയും അതുപോലെ തന്നെ 1-ാം സഫിന്റെയും ശ്രേഷ്ഠത ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇനി കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം കൈ കെട്ടുമ്പോൾ നിസ്കാരത്തിന്റെ ജമാഅത്തിൽ ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൈ കെട്ടിയ ഉടനെ തന്നെ ഇമാമിന്റെ കൂടെ കൂടാ എന്നതിന്റെ, ഇമാം കൈ കെട്ടിയ ഉടനെ തന്നെ കൈ കെട്ട, ആ ആദ്യ സമയത്ത് ആദ്യം കൈകെട്ട എന്ന രീതിയിലേക്കുള്ള ഒരു താല്പര്യം ജനങ്ങളിൽ കുറയുന്നുണ്ടോ എന്നാൽ അതിന്റെ ശ്രേഷ്ഠതയും കൂലിയും ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾ ആരും തന്നെ റക്അത്ത് പിന്തി നിസ്കരിക്കാൻ ജമാഅത്തിൽ വരികയില്ല. 1-ാമത്തെ സഫില് ഇമാമിന്റെ കൂടെ ആദ്യം കൈ കെട്ടുന്ന ആളായി ജനങ്ങൾ വരാൻ കൂടുതൽ താല്പര്യം കാണിക്കുമായിരുന്നു. ഇനി കേട്ടോളൂ നമ്മുടെ വിഷയം, വലൗ യഅലമൂന മാ ഫിൽ അത്മതി വസ്സുബ്ഹി. ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇശാ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത, സുബ്ഹി നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ നിസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി അവൻ എത്ര വയ്യ എങ്കിൽ പോലും, എത്ര കണ്ട് ശരീരം കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും, കൊച്ചുമക്കള് കിടന്ന് എഴഞ്ഞെഴഞ്ഞ് നീന്തി വരുന്ന പോലെ അവൻ ഇശാ നിസ്കരിക്കാൻ സുബ്ഹി നിസ്കരിക്കാൻ അത്ര വയ്യലും അവൻ എഴഞ്ഞ് നീന്തി വരുമായിരുന്നു. നിലത്ത് നടന്നു വരാൻ കഴിയില്ല. അതുപോലെ തന്നെ അവനൊരു വാഹനം എടുത്ത് വരാൻ കഴിയില്ല. ആകെ കഴിയും നിലത്ത് കിടന്ന് കൊച്ചുമക്കള് എഴഞ്ഞെഴഞ്ഞ് വരുന്ന പോലെ എഴഞ്ഞു വരാനേ കഴിയുള്ളൂ എങ്കിൽ പോലും ഇശാ നിസ്കാരത്തിന്റെ സുബ്ഹി നിസ്കാരത്തിന്റെയും ശ്രേഷ്ഠത, അതിന്റെ ജമാഅത്തിൽ പങ്കെടുത്താലുള്ള കൂലിയൊക്കെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എഴഞ്ഞെഴഞ്ഞ് വരുമായിരുന്നു. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്രയും വലിയ ശ്രേഷ്ഠത ആ സുബ്ഹി നിസ്കാരത്തിന്. കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, രാത്രി മുഴുവൻ ഹയാത്താക്കിയ കൂലി കിട്ടണോ?
രാത്രി ഹയാത്താക്കലൊക്കെ ഉണ്ട് എല്ലാവർക്കും. രാത്രി ഹയാത്താക്കൽ വല്ല സിനിമയും കണ്ടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അമിതമായി നിയന്ത്രണമില്ലാത്ത മൊബൈലിന്റെ ശുദ്ധിയില്ലാത്ത ഉപയോഗം രാവ് ഹയാത്താക്കലാം. അല്ലെങ്കിലോ നൈറ്റ് റൈഡ്, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കാൻ ഗുണമുള്ള കാര്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മനുഷ്യരിങ്ങനെ രാവ് ഹയാത്താക്കുന്നു. എന്നാൽ ഇബാദത്ത് കൊണ്ട് മഹാന്മാരൊക്കെ രാവ് ഹയാത്താക്കിയ കൂലി കിട്ടണോ? രാത്രി ഹയാത്താക്കിയ കൂലി, ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കിയ കൂലി കിട്ടാൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലൽ ഇശാഅ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലാം. ഒരാള് ഇശ ജമാഅത്തായി നിസ്കരിക്കുന്നുവെങ്കിൽ അവൻ ഒരു രാത്രിയുടെ പകുതി ഹയാത്താക്കിയവനായി, ഒരു രാത്രിയുടെ പകുതി ഹയാത്താക്കിയ കൂലി കിട്ടും. ഇശ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ. ഇശായും നിസ്കരിച്ചെന്നാൽ സുബഹിയും കൂടി ജമാഅത്തായി നിസ്കരിക്കുന്ന പതിവുണ്ട്. സുബഹിയും ഇശായും ജമാഅത്ത് കളയുന്നില്ല, എന്നാൽ ആ ഇശ ടു സുബഹി വരെ അവൻ രാവ് ഹയാത്താക്കിയവനാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു രാത്രി ഹയാത്താക്കാൻ ഇശാഇന്റെയും സുബഹിയുടെയും ജമാഅത്ത് ഉണ്ടായാൽ മതി. എന്തുകൊണ്ടാണ് സഹോദര ഒരു സുബഹി നിസ്കാരത്തിന്റെ ചർച്ച നമ്മുടെ പ്രമാണങ്ങളിൽ ഇത്രയധികം? ആ സുബഹി നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ബാങ്കിന്റെ അക്ഷരക്കൂട്ടങ്ങളിൽ പോലും മറ്റൊരു ബാങ്കിനുമില്ലാത്ത പ്രത്യേകതകൾ എന്തിനാ? സുബഹി നിസ്കാരം ക്ലേശം കൂടിയ നിസ്കാരമാ. 2 റക്അത്തേ ഉള്ളൂ, പക്ഷെ ക്ലേശം കൂടുതലാണ്. മാത്രവുമല്ല ക്ലേശം കൂടിയോടുത്തതിന് കൂലിയും കൂടുതലുണ്ടെന്നാണല്ലോ. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ കാണാം ഒരു ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പുന്നാര നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലകീ മിനൽ അജ്രി മാ അലാ ഖദ്രി നസ്ബിക വ നഫഖതിക. ഒരു അമൽ അതായത് ആയിഷ റളിയല്ലാഹു അൻഹ ഉംറ ചെയ്യാൻ പോകുമ്പോൾ ചെലവ് കൂടുതൽ വന്നു, ഇത്തിരി ത്യാഗവും കൂടുതൽ വന്നു. അങ്ങനെ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെലവും കൂടുതൽ വന്നു, ത്യാഗവും കൂടുതൽ വന്നപ്പോൾ പറഞ്ഞു, ക്ലേശം ഉണ്ടോ? ക്ലേശമുള്ള അമലുകൾക്ക് കൂലി കൂടുതലുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ലേശം കൂടുതലുള്ള ഇബാദത്തുകൾക്ക് കൂലി കൂടുതലാണ്. അതങ്ങനെ പള്ളിയോട് ചേർന്നുള്ള റൂമിലെ എല്ലാ സൗകര്യത്തോടും കൂടി പള്ളിയിലെ ജമാഅത്തിനായി എത്താൻ കഴിയുന്ന പള്ളിയിലെ ഉദ്യോഗസ്ഥനേക്കാളും ക്ലേശമാണ് അസ്റിന്റെ ജമാഅത്തിന് വേണ്ടി അങ്ങാടിയിൽ ചുമട്ട് ജോലി ചെയ്യുന്ന സഹോദരൻ കയ്യും കാലൊക്കെ കഴുകി വൃത്തിയായി ഡ്രസ്സൊക്കെ മാറി പള്ളിയിലേക്ക് ജമാഅത്തിന്റെ ആദ്യ വഖത്തിന് വരുന്നത്. പള്ളിയോട് ചേർന്ന് താമസിക്കുന്ന ഉദ്യോഗസ്ഥനേക്കാളും അയാളുടെ ഇബാദത്തിന് കൂലി കൂടുതൽ. ക്ലേശം കൂടുതലുണ്ടോ? എന്നാൽ കൂലി കൂടുതലുണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹി നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകിച്ച് അത് ഒരു ഉറക്ക് എന്ന് പറയുന്ന ശരീരത്തിന്റെ ഏറ്റവും സുഖകരമായ വിശ്രമത്തെ ത്യജിച്ചുകൊണ്ട് അതിനോട് യുദ്ധം ചെയ്ത് എഴുന്നേറ്റ് വരണം. പ്രയാസമുണ്ട്. മനസ്സിന്റെ താല്പര്യത്തെ ഉറക്കത്തിന്റെ ചടയിൽ തന്നെ കെടുത്തിക്കളയണം. പ്രയാസമുണ്ട്. മാത്രവുമല്ല അവൻ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ശരീരത്തെ പെട്ടെന്ന് കൊണ്ടുവന്നെത്തിക്കണം. പ്രയാസമുണ്ട്. ജമാഅത്തിനായി പോകേണ്ടതാണ് എങ്കിൽ അവൻ ഒരുപാട് നടക്കണം, അല്ലെങ്കിൽ വാഹനം എടുത്ത് അവൻ പോവണം. പ്രയാസമുണ്ട്. ഇന്നലത്തെ ക്ഷീണത്തെ ഇന്നത്തെ പ്രഭാതത്തിൽ അവൻ മറക്കണം. പ്രയാസമുണ്ട്. ഈ പ്രയാസങ്ങളിൽ സുബഹി നിസ്കാരം കൂലി കൂടുതലാ. എന്തിനേറെ സുബഹി നിസ്കാരത്തിന്റെ ഫർദ് അവിടെ നിൽക്കട്ടെ. സുബഹി നിസ്കാരത്തിന്റെ സുന്നത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. സുബഹിയുടെ റവാത്തിബ് സുന്നത്തുണ്ടല്ലോ, അതിന്റെ പ്രതിഫലം പോലും എത്ര വലിയ ശ്രേഷ്ഠതയാ. ഈ ദുനിയാവിന്റെ സർവ്വ സൗഭാഗ്യങ്ങളും ഈ ദുനിയാവിന്റെ സർവ്വതും കിട്ടുന്നതിനേക്കാളും ഖൈറ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ബാബു ഫളി റക്അത്തയിൽ ഫജ്ർ. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെ അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്ന അധ്യായം എന്നാണ് സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ചർച്ചയുടെ അധ്യായത്തിന്റെ നാമകരണം തന്നെ ഇമാം മുസ്ലിം കൊടുത്തിരിക്കുന്നത്. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്തിന്റെ
ശ്രേഷ്ഠതകൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, റകഅത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ. സ്വഹീഹ് മുസ്ലിം. പുണ്യ നബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, ആ 2 റക്അത്ത് സുന്നത്തിന് ദുനിയാവിന്റെ സർവ്വ അനുഗ്രഹങ്ങളെക്കാൾ, ദുനിയാവിന്റെ സർവസ്വത്തെക്കാളും വിലപിടിപ്പുണ്ടെന്ന്, അതിനേക്കാൾ ഖൈർ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിദാ ലം യകുൻ അലൈഹി സ്വലാത്തു വസ്സലാം യദഉഹാ ലാ ഫിൽ ഹദരി വലാ ഫിസ് സഫർ. യാത്രയിലാണേൽ പോലും, അല്ല നാട്ടിലാണേൽ, യാത്രയല്ലാത്ത അവസ്ഥയിലാണേൽ പോലും ഒരിക്കൽ പോലും സുബഹിയുടെ ജമാഅത്ത് കളഞ്ഞിട്ടില്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ പ്രത്യേക സംരക്ഷണ വലയം കിട്ടുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ പ്രത്യേക സംരക്ഷണ വലയം കിട്ടും എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കേട്ടോളൂ, ഹദീസ് കേട്ടോളൂ. അന്നബി ബക്കറത്ത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ തന്നെ രേഖപ്പെടുത്തുന്നു. അൻ ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ഒരാള് സുബ്ഹി നിസ്കാരത്തെ നിസ്കരിച്ചു, അവൻ ജമാഅത്തായാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവൻ അല്ലാഹുവിന്റെ ദിമ്മത്തിലാണ്, റബ്ബിന്റെ സംരക്ഷണ വലയത്തിലാണ്. അല്ലാഹുവിന്റെ ദിമ്മത്തിൽ, സംരക്ഷണ വലയത്തിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ഫലാ യത്ലുബന്നകുമുല്ലാഹു മിൻ ദിമ്മത്തിഹി ബിശൈഇൻ ഫീ ദർകിഹി ഫീ കബ്ബിഹി ഫീ നാരി ജഹന്നം. നരകത്തിന്റെ കുണ്ടുകുഴികളിലേക്ക്, അഗ്നി ജ്വലിച്ചു നിൽക്കുന്ന നരകത്തിന്റെ ഭീകരമായ അവസ്ഥകളിലേക്ക് സുബഹി നിസ്കരിച്ചവനെ അല്ലാഹു വലിച്ചെറിയില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ സംരക്ഷണ വലയം സുബഹി നിസ്കരിക്കാൻ പോകുന്നവരോ അവർ അല്ലാഹു നൽകുന്ന പ്രത്യേക സംരക്ഷണ സന്തോഷ പ്രകാശത്തിലാണ്. വല്ലാത്ത സന്തോഷവും വലിയ സംരക്ഷണവും കിട്ടുന്ന ഒരു പ്രകാശത്തിലാണ് സുബഹി നിസ്കരിക്കാൻ പോകുന്നവൻ. മഹാനായ ഇമാം അബൂ ദാവൂദ് തുർമുദിയൊക്കെ ഹദീസ് പറയുന്നുണ്ട്. കേട്ടോ, ഹദീസ് ഞാൻ വായിക്കാം. അൻ ബുറൈദ റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال بشر الماشئين في الظلم إلى المساجد بالنور التام يوم القيامة. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം, സുബഹി നിസ്കരിക്കാൻ വേണ്ടി നടന്നു പോണ ആളുകളുണ്ട്. ആരോഗ്യമുണ്ടെങ്കിൽ ഒക്കെ ചെയ്യണം, സമയം കണ്ടെത്തണം. സുബഹിക്ക് നടക്കാൻ പോണവരുണ്ടാവല്ലോ, സുബഹി ജമാഅത്തിന് കൂടാതെ നടക്കാൻ പോണവരുണ്ടാവും. അത് ശരിയല്ല. പുണ്യ നബി പഠിപ്പിക്കുന്നു, പള്ളിയിലേക്ക് പോവാൻ ഇരുട്ട് ഉള്ളതിന്റെ കൂടെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന സുബഹി നിസ്കാരക്കാരുണ്ട്. അവരോട് പറഞ്ഞേക്ക് നബിയേ, അല്ലെങ്കിലോ അവരോട് പറയണേ, അവരോട് നീ പറഞ്ഞോളൂ, ഒരു വലിയ പ്രകാശം ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കുണ്ട്. സുബഹി നിസ്കരിക്കാൻ പോകുന്നവൻ അള്ളാഹുവിന്റെ ആ പ്രകാശത്തിലായിരിക്കും സംരക്ഷിക്കപ്പെടുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹി നിസ്കാരം, സുബഹിയും അസ്റും നിസ്കരിക്കാൻ ജമാഅത്തിൽ പങ്കെടുക്കുന്നവർക്ക് നരകം ഹറാമാണ്. സുബഹി നിസ്കാരം, ഇശാ നിസ്കാരം, ഇപ്പൊ പ്രത്യേകം എടുത്ത് പറഞ്ഞു അസ്ർ നിസ്കാരം ജമാഅത്ത് കളയാനേ പാടില്ല, ഒറ്റ വഖത്തിനെ കളയാൻ പാടില്ല, പ്രത്യേകിച്ച് അസ്ർ, സുബഹി, ഇശാ. കേട്ടോളൂ, പുണ്യ നബി പഠിപ്പിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറും മഗ്രിബും ഒഴിവാക്കിയതല്ല കേട്ടോ, ളുഹറും മഗ്രിബും ശ്രേഷ്ഠത തന്നെയാണ്. ഈ ഹദീസിൽ ഇങ്ങനെയാ പറയുന്നത്. കേട്ടോളൂ, സുബഹിയുടെയും അസ്റിന്റെയും ജമാഅത്തിൽ നിസ്കരിക്കാൻ പങ്കെടുത്ത ആളുകൾക്ക് നരകം ഹറാമാണ്. عن أبي بكر بن عمارة بن رؤيبة عن أبيه قال رسول الله صلى الله عليه وسلم لن يلج النار أحد صلى قبل طلوع الشمس وقبل غروبها. ഏതെങ്കിലും ഒരാൾ സൂര്യ ഉദയത്തിന് മുമ്പുള്ള ആ നിസ്കാരം, ഏതാണത്? സുബഹി നിസ്കാരം. അതുപോലെ തന്നെ സൂര്യ അസ്തമയത്തിന് മുമ്പുള്ള ആ നിസ്കാരം, അത് നിസ്കാരം അസ്ർ നിസ്കാരം. ഈ രണ്ട് നിസ്കാരങ്ങളെ ഏതെങ്കിലും ആളുകൾ ജമാഅത്തിൽ പരിഗണിച്ചുകൊണ്ട് നിസ്കരിക്കാൻ തയ്യാറായാൽ അവന്റെ ശരീരം ഒരിക്കലും നരകത്തിൽ കടക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ കേട്ടോളൂ,
സുബഹിയും ഇശായും ജമാഅത്തായി നിസ്കരിച്ചാൽ കഴിഞ്ഞ മുമ്പൊരു ഹദീസ് നമ്മൾ പറഞ്ഞു, രാവ് മുഴുവൻ ഹയാത്താക്കി കൂലി. മറക്കരുത്, സുബഹി ഇശായും കൂടി ജമാഅത്തായി നിസ്കരിച്ചാൽ, സുബഹിയും ജമാഅത്തായി നിസ്കരിച്ചു, ഇശായും ജമാഅത്തായി നിസ്കരിച്ചു, അവൻ ആ രാവ് ഹയാത്താക്കി കൂലി. ഇനി കേട്ടോളൂ, സുബഹിയും ഇശായും ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് ഈമാനുണ്ട്, അവൻ ഒരിക്കലും മുനാഫിഖാവൂല. അല്ലാഹുവേ പടച്ചോ കാക്കട്ടെ, മുനാഫിഖായാൽ നരകത്തിന്റെ അടിയിലാണ്. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് പഠിപ്പിക്കുന്ന അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീനൽ ഇശാ വൽ ഫജ്ർ, മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും പ്രയാസം ഇശായും സുബഹി നിസ്കരിക്കലാണ് എന്ന് പുണ്യ നബി സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും വിഷമ ഇശായും സുബഹി നിസ്കരിക്കൽ. അല്ലാഹു നമുക്ക് മുഅ്മിനീങ്ങളുടെ സ്വഭാവം തരട്ടെ. സുബഹിയുടെ ജമാഅത്തിൽ പങ്കെടുക്കാത്ത പ്രമുഖരെ തേടി നടക്കുമായിരുന്നു സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കേട്ടോളൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയെ തേടി നടന്നു. അനബി ബക്കർ ഇബ്നു സുലൈമാൻ ഇബ്നു അബി ഹത്മ അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫഖദ സുലൈമാൻ ഇബ്നു അബി ഹത്മ, മഹാനായ സുലൈമാൻ ഇബ്നു അബി ഹത്മ റളിയല്ലാഹു അൻഹുവിനെ സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടില്ല. ഫഖദ സുലൈമാന ഇബ്നു അബി ഹത്മത ഫീ സ്വലാത്തി സുബ്ഹി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, രാവിലെ തന്നെ അങ്ങാടിയിൽ പോവേണ്ട കാര്യമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗദാ ഇല സൂഖി, രാവിലെ തന്നെ അങ്ങാടിയിൽ പോകേണ്ടതുണ്ട്. വമസ്കന സുലൈമാന, മഹാനായ സുലൈമാൻ റളിയല്ലാഹു അൻഹു, സുലൈമാൻ ഇബ്നു അബി ഹത്മ എന്നവരുടെ വീട്ടിലേക്കും പോവേണ്ട ആവശ്യമുണ്ട്. ബൈനൽ മസ്ജിദി വസൂഖി, അത് പള്ളിയുടെ അങ്ങാടിയുടെ ഇടയിൽ, അതായത് പള്ളിയിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോണ വഴിക്കാണ് സുബഹി നിസ്കരിക്കാൻ എന്ന് കാണാതിരുന്ന മഹാനായ സുലൈമാൻ ഇബ്നു അബി ഹത്മയുടെ വീട്. അപ്പൊ അങ്ങാടിയിലേക്ക് പോണ വഴി അതിന്റെ ഇടയിലാണ്, പള്ളിയിൽ നിന്നും അങ്ങാടിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ സുലൈമാൻ ഇബ്നു അബി ഹത്മയുടെ വീട്. അവിടെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ എത്തി. എന്നിട്ടോ അവിടെ ചെന്നപ്പോ സുലൈമാൻ ഇബ്നു അബി ഹത്മയുടെ ഉമ്മ ഷിഫാ റളിയല്ലാഹു അൻഹ, നല്ല പേരാണ് ഷിഫാ, ഉമ്മാന്റെ പേരാണിത്. സുലൈമാൻ ഇബ്നു അബി ഹത്മയുടെ ഉമ്മയുടെ പേരാണ് ഷിഫാ റളിയല്ലാഹു അൻഹ. ഉമ്മാനെ കണ്ടു, ചോദിച്ചു എന്ത് പറ്റി? അലം അറ സുലൈമാന ഫി സുബ്ഹി, സുബഹി നിസ്കരിക്കാൻ സുലൈമാൻ ഇബ്നു അബി ഹത്മയെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, അദ്ദേഹം സുബഹി നിസ്കരിച്ചിട്ടുണ്ട്, വീട്ടിൽ ആ ജമാഅത്തിന് എത്താൻ പറ്റില്ല, കാരണം രാവൊക്കെ ഹയാത്താക്കിയതാ, അതുകൊണ്ട് ഉറക്കക്ഷീണം നന്നായിട്ടുണ്ടായതുകൊണ്ട് പള്ളിയിലേക്ക് വന്നില്ല എന്നുള്ളൂ. മഹാനവറുകൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ സുബഹി നിസ്കരിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാ എന്നതാണ് രാവ് ഹയാത്താക്കുന്നതിനേക്കാളും ഞാൻ പ്രാധാന്യം നൽകുന്നതെന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ഇമാം മാലിക്കിന്റെ മുഅ്തയിലെ ഹദീസുണ്ട്, മഹാനായ ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിലും ഈ ഹദീസ് പറയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കണേ, സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തെ 3 ആയത്തുകൾ നമ്മൾ ഓതിയിട്ട് രാത്രി കിടന്നു കഴിഞ്ഞാൽ ഒരലാറനും വേണ്ട. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ 3 ആയത്ത്, ആ ആയത്തുകൾ ഓതിയിട്ട് ഒരാൾ കിടന്നാൽ ഒരലാറനും വേണ്ട, സുബഹിക്ക് എണീക്കണം. സുബഹി നിസ്കരിക്കാൻ മുടക്കം വരാതിരിക്കൽ നമ്മുടെ ഒരു ശ്രദ്ധ വേണം. സുബഹി നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എഴുന്നേൽക്കാൻ ഒരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 5 കാര്യങ്ങൾ. ഒന്നാമത്, സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ 3 ആയത്ത് ഓതിയിട്ട് കിടക്കാം, അതൊരു നല്ലൊരു അലാറനാണ്. രണ്ടാമത്, ഉറങ്ങാൻ കിടക്കുന്ന നേരം തന്നെ സുബഹിക്ക് എഴുന്നേൽക്കാനുള്ള ഒരു തീരുമാനത്തോടു കൂടെ കിടക്കണം, സുബഹിക്ക് എണീക്കണം എന്നൊരു തീരുമാനത്തോടു കൂടെ. മൂന്നാമത്, ഉറക്കത്തിന്റെ അദബുകൾ പാലിച്ചുകൊണ്ടുള്ള ദിക്റുകളും അതുപോലെ തന്നെ ഒളുവും ശുദ്ധിയൊക്കെ വേണം. അപ്പൊ ഇബ്ലീസ് വല്ലാതെ അടുക്കൂല അങ്ങോട്ട്. നാലാമത്, ഉറക്കത്തിന്റെ സമയത്തെ പരിഗണിക്കണം, അതായത് നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കണം. അഞ്ചാമത്തേത്, ഇത് എന്റെ ആയുസ്സിലെ അവസാനത്തെ അവസരമാണെന്ന് എപ്പോഴും ഒന്നങ്ങ് ഓർത്തേക്കണം. ഇനി അതിനപ്പുറത്തേക്ക് പടച്ചോനെ അല്ലാഹുവേ നീ ആഫിയത്തും ദീർഘായുസ്സും തരണേ തമ്പുരാനെ. ഇങ്ങനെ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സുബ്ഹി ഖളാ ആവൂല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ ഖബൂലാക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കുക അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാഹ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. അല്ലാഹുവേ ദുആ വസിയത്ത് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. കണ്ണിന്റെ ഓപ്പറേഷൻ ഉള്ള ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. ആ ഉമ്മ ഒരു ഹൃദയരോഗി കൂടിയാണ്. അല്ലാഹുവേ നീ ആരോഗ്യം നൽകുക അല്ലാഹ്. ആ ഓപ്പറേഷൻ വിജയിപ്പിക്കണമല്ലാ, ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ബ്രെയിൻ ട്യൂമർ വന്ന് അതിന്റെ പേരിൽ ഒരിക്കൽ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട് മറ്റേ കണ്ണുകൊണ്ട് ജീവിച്ചു പോരുന്നൊരു പാവപ്പെട്ട സഹോദരി ഇപ്പോൾ ആ കണ്ണിലേക്കുള്ള കാഴ്ച കുറവിങ്ങനെ ശക്തമായി കൂടിക്കൂടി വരുന്നു. പ്രത്യേകം ദ്വാരക്കാൻ റബ്ബേ, ഞങ്ങളുടെ മജ്‌ലിസുകളിൽ ഞങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ സ്ഥിരം പങ്കെടുക്കുന്ന സഹോദരിയാണ്. അല്ലാഹുവേ ഓപ്പറേഷൻ ചെയ്താൽ ആ സഹോദരിയുടെ കാഴ്ചയിൽ ഉറപ്പ് പറയുന്നില്ല ഡോക്ടർമാർ. മരണം വരെ അവരുടെ കാഴ്ച ശക്തി നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. മക്കള് സ്നേഹമുള്ളവരാവണം, അതിനു വേണ്ടി ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണേ എന്ന് പറഞ്ഞേൽപ്പിച്ച ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ മക്കൾക്ക് ബോധം കൊടുക്കുക അല്ലാഹ്, തിരിച്ചറിവ് കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗമുള്ള ഭർത്താവിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. ശിഫാ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ വരും നാളുകളിൽ എക്സാമുകൾ അഭിമുഖീകരിക്കേണ്ട മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ എക്സാം അഭിമുഖീകരിക്കേണ്ട ചില കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. എളുപ്പമാക്ക് അല്ലാഹ്. അല്ലാഹുവേ ഷുഗറിന്റെ പ്രയാസമുള്ള പലരും ദ്വാരക്കാൻ പറഞ്ഞു. ഷുഗർ കൂടിയിട്ട് കാലുവേദന ഉള്ള ഒരു സഹോദരി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗികളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് മുളവൂർ എന്ന് പറയുന്ന മഹല്ലിൽ ഇക്കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ഒരു സഹോദരൻ, കുഞ്ഞു മുഹമ്മദ് എന്ന പേരുള്ള ഒരു സഹോദരൻ മരണപ്പെട്ടു. അല്ലാഹുവേ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്ന മജ്‌ലിസാണല്ലോ തമ്പുരാനെ. റബ്ബേ ആ സഹോദരന് പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, സ്വർഗാവകാശികളിൽ ചേർക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണമാണ് തമ്പുരാനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കുക അല്ലാഹ്. ആ സഹോദരൻ ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും കൂലിയുള്ള അമലാക്കണേ അല്ലാഹ്. സൗമ്യ സ്വഭാവക്കാരനാണ് തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ മലക്കുകളുടെ ചോദ്യത്തിന് ചിരിച്ചു മറുപടി പറയാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ തലശ്ശേരിയിൽ നിന്നും ഒരു കുടുംബം കുറച്ച് ദിവസങ്ങളായി ദുആ ചെയ്യാൻ പ്രത്യേകം പറയാറുണ്ട്. അവരുടെ മകൻ ജോലി തേടിക്കൊണ്ടിരിക്കാൻ നീ ഖൈറായ ജോലി എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും വിദേശത്ത് ജോലിക്ക് പോയിട്ടുണ്ട്, ജോലി തേടുന്നുണ്ട്, നാട്ടിൽ ജോലി തേടുന്നുണ്ട്. ഖൈറായ ജോലിയുടെ കവാടം തുറക്കുക അല്ലാഹ്. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു ഓരോരുത്തരും ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ മൗതാക്കളുടെ ഖബർ നീ വിശാലമാക്കുക അല്ലാഹ്. തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാണ് അല്ലാഹ്, അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.